കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് കർഷകരോടുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റമുണ്ടാകണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന 25ാമത് ചൈതന്യ കാർഷിക മേളയുടെയും സ്വാശ്രയ സംഘ മഹോത്സവത്തിന്റെയും രണ്ടാം ദിനത്തിലെ സർഗസംഗമ ദിന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് നിർണ്ണയിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കാർഷിക മേഖലയുടെ പുരോഗതി സാധ്യമാകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധിജിയെ കാണാൻ പോയപ്പോൾ എന്താണ് എനിക്ക് തരുന്ന ഉപദേശം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരു തീരുമാനം എടുക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾ ആരാണോ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളത് വേണം മനസ്സിൽ തീരുമാനം എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു. അതെല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും എല്ലാ ആളുകൾക്കും അത് ബാധകമാണ്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടുള്ളവർക്ക് എങ്ങനെ അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളത് ചിന്തിക്കണം. ഞാനിവിടെ വന്നപ്പോൾ ഭിന്നശേഷിക്കാരുടെ കുട്ടികളെയാണ് കാണുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഇലക്ട്രിസിറ്റിയിൽ കൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നത് വളരെ ഗൗരവമായി ആലോചിക്കുന്നു മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. അതാണ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ 75 കൊല്ലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഇപ്പോഴും 97 കോളനിയിൽ ലൈറ്റ് കണ്ടിട്ടില്ല പട്ടികവർഗക്കാർ. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് ജലസംരക്ഷണം അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അനൂപ് ജേക്കബ് MLA, മാണി സി കാപ്പൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, കോട്ടയം അതിരൂപത ചാൻസലർ റവറൻഡ് ഫാദർ തോമസ് ആദോപ്പള്ളിൽ, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി, അപ്നാദേശ് ചീഫ് എഡിറ്റർ റവറൻഡ് ഡോക്ടർ മാത്യു കുര്യത്തറ, വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഇമ്മാക്കുലേറ്റ് SVM, കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ, മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ സിബിൻ കൂട്ടക്കല്ലുങ്കൽ, KSSS നവചൈതന്യ വികലാംഗ ഫെഡറേഷൻ പ്രസിഡന്റ് തോമസ് കൊറ്റോടം, കോട്ടയം അതിരൂപത കാറ്റക്കിസം കമ്മീഷൻ ചെയർമാൻ ഫാദർ ജിബിൻ മണലോടിയിൽ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിനോടനുബന്ധിച്ച് അമ്മായിക്കുന്നേൽ സൈമൺ മെമ്മോറിയൽ സംസ്ഥാനതല ക്ഷീരകർഷക പുരസ്കാരം എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി സ്വദേശി വെളിയത്തുമാലിൽ മോനു വർഗീസ് മാമിന് സമ്മാനിച്ചു. തുടർന്ന് പുന്നത്തുറ സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും ഓച്ചിറ സരികയുടെ നാടകം സത്യമംഗലം ജംഗ്ഷനും അരങ്ങേറി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.